ഈ ശശി തരൂർ രണ്ടും കൽപ്പിച്ചാണെന്നാണ് തോന്നുന്നത്. കാരണം ഏറ്റവും അവസാനം ഇപ്പോൾ വീണ്ടും മോദിയെ പുകഴ്ത്തിയിരിക്കുകയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് മോദിയുടെ തീരുമാനങ്ങൾ വളരെ ശരിയായിരുന്നു എന്നാണ് ശശി തരൂർ പറയുന്നത്. ശശി തരൂറിന്റെ ഈ ചാഞ്ചാട്ടം എങ്ങോട്ടാണ്? ശശി തരൂർ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ അല്ല, രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. പക്ഷേ എങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4ാമത്തെ തവണയല്ലേ ഇപ്പോൾ ജയിക്കുന്നത്, 4ാമത്തെ തവണ. അപ്പോൾ ഒരു നല്ല പക്വതയുള്ള രാഷ്ട്രീയക്കാരനാകേണ്ട സമയം കഴിഞ്ഞു, കൃത്യമായി കഴിഞ്ഞു. ആദ്യത്തെ വർഷമാണെങ്കിൽ ശരി, 4 പ്രാവശ്യം ആയല്ലോ. ശശി തരൂർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, രാഷ്ട്രീയമെന്ന് പറയുന്നത് എതിരാളികൾ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ, പ്രതിപക്ഷത്തിനാണെങ്കിൽ ഭരണപക്ഷം, ഭരണപക്ഷത്തിനാണെങ്കിൽ പ്രതിപക്ഷം, അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ശരിയും ചെയ്യും തെറ്റും ചെയ്യും. അവരെ ശരികൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാലുള്ള കുഴപ്പം, നമ്മളെ കൂടെ കുറേ അണികളുണ്ടായിരിക്കും. ഈ അണികളെ സംബന്ധിച്ചിടത്തോളം അവർ നിൽക്കുന്ന എന്തിനാണ്? ഈ അണികൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നതിൻ്റെ തിയറി എന്താണ്? അതൊരു അടിസ്ഥാന പൊളിറ്റിക്കൽ തിയറി ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളുകൾ വിശ്വസിക്കുന്നവരുടെ അന്ധമാണത്. ഇവിടെ പിന്നെ വേറെ രണ്ടാമതൊരു ചോദ്യമില്ല. അന്ധമായ വിശ്വാസം എന്താണ്? നമ്മുടെ പാർട്ടിയാണ് ശരി, മറ്റെല്ലാവരും കുഴപ്പമാണ്. കോൺഗ്രസ്സുകാരും വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയാണ് ശരി. അങ്ങനെ ഒരു വൈകാരിക തലമുണ്ട് പൊളിറ്റിക്കൽ ഫീൽഡിൽ. താഴേക്ക് താഴ്ത്തുന്നത് വളരെ വലുതാണ് ഈ വൈകാരിക തലം. അങ്ങനെ നിൽക്കുന്നൊരു സ്ഥലത്താണ് ശശി തരൂർ വരുന്ന ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് താഴെയുള്ള കോൺഗ്രസ്സുകാരുടെ ഇടയിൽ എന്തുണ്ടാവും? വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്ന്, മറ്റ് പാർട്ടികൾ ഇത് മുതലെടുക്കുകയും ചെയ്യും. കണ്ടോടാ, ശശി തരൂർ വരെ മോഡിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് എന്തോന്നടേ മോഡി കൊള്ളാടേ എന്ന് പറയുമ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ആർക്ക് പറ്റൂല? താഴെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരന് പറ്റൂല. താഴെ നിൽക്കുന്ന അത് നാം മുൻപ് കണ്ടിരുന്നല്ലോ. ഇതിനു മുൻപും മോദിയുടെ അമേരിക്ക സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുൻപും ശശി തരൂർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ പിണറായി വിജയനെ പാർട്ടിയെ പുകഴ്ത്തിയിരുന്നു. ലാസ്റ്റ് ഈ പുകഴ്ത്തലിന് ശേഷം വി ഡി സതീശന് ഒരു ഗതികേടുണ്ടായി. ഈ ശശി തരൂരിനെ എതിർത്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതാ ഞാൻ പറഞ്ഞു, ശശി തരൂർ ഒരു പൊളിറ്റീഷ്യനായി നിൽക്കണം. അപ്പോൾ ഇങ്ങനെ പല കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇത് പലതും എന്താണെന്നറിയാമോ? അദ്ദേഹത്തിനോട് ആരും ചോദിക്കുന്ന പോലുമില്ല. ട്വീറ്റ് ചെയ്യുക, പിന്നെ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. അപ്പോൾ ഇതൊരു പ്രസൻസ് രാഷ്ട്രീയമുണ്ട്, എന്ന് പറഞ്ഞാൽ സാന്നിധ്യ രാഷ്ട്രീയം. ഞാനിവിടെ ഉണ്ടേ എന്ന് പറയുന്നൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. എൻ്റെ ശബ്ദം എപ്പോഴും, അല്ലെങ്കിൽ എൻ്റെ ഫിഗർ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രസൻസിൽ, ലൈം ലൈറ്റിൽ നിൽക്കണം. അങ്ങനെ പറയുമ്പോഴും ഇത് ബി.ജെ.പിക്ക് അനുകൂലമാണല്ലോ ഇദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും. ആദ്യ അമേരിക്ക സംഭവവുമായി ബന്ധപ്പെട്ട്, അമേരിക്ക സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ മോദിയെ വിമർശിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ. കുടിയേറ്റ ഈ അവിടെ നിന്ന് ജനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന, ചങ്ങലയിട്ട് കൊണ്ടുവന്നു എന്ന വിമർശനം ഉന്നയിക്കുമ്പോഴായിരുന്നു ഇദ്ദേഹം സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ ബന്ധവുമായി ബന്ധപ്പെട്ടും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. ഇദ്ദേഹത്തെ ഒരു ലോക ആക്കാനുള്ള പരിപാടിയാണോ ശശി തരൂർ നടത്തുന്നത്? അല്ല, ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് പറയാം ഞാൻ BJP പോകുന്നില്ല, അദ്ദേഹം BJP പോകുന്നില്ല എന്ന് ഇടയ്ക്ക് പറയും. ഇപ്പം ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞാൻ BJP പോകില്ല എന്ന് പറയും. അപ്പം BJP പോകുന്നില്ല. പിന്നെ എന്താണ് മോട്ടിവേഷൻ? ശശി തരൂർ ഇത് ഇങ്ങനെ പറയുന്നതിനൊരു മോട്ടിവേഷൻ വേണമല്ലോ. അപ്പോൾ എന്തോ ഒരു മോട്ടിവേഷൻ ഉണ്ട് അതിനകത്ത്. ഇനി കേസുമായി ബന്ധപ്പെട്ട് വല്ലതുമാണോ? വൈഫിൻ്റെ കേസ് കിടപ്പുണ്ട്, ഇനി അതുമായി ബന്ധപ്പെട്ട് വല്ലതും ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെ കിടപ്പുണ്ടോ അവിടെ നിന്ന്, ഡൽഹിയിൽ നിന്ന് അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. 2, അല്ലാതെ എന്താണ് കാരണം? ഒരു കാരണവശാലും അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. അപ്പുറത്തുള്ളവരുടെ നന്മ അറിയാം നമുക്ക്, സ്വകാര്യ സംഭാഷണത്തിലൊക്കെ നമ്മൾ പറയും. പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോറത്തിൽ പറയുമ്പോൾ അവരെ കൂടെ നിൽക്കുന്ന പാർട്ടിക്കാർക്ക് താഴെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എതിരാളികളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അത് പാർട്ടിക്കാർ അങ്ങനെ കണ്ടാൽ പോരെ, അതൊരു വിശ്വപൗരനാണ്, പാർട്ടിക്ക് അതീതനാണ്. അതിപ്പോ ജി സുധാകരൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പുകളിലും താൻ പാർട്ടിക്ക് അതീതമായി അദ്ദേഹം സ്വയം പറയുകയാണ്. അതെ, അതിപ്പോ ജി സുധാകരൻ പറഞ്ഞല്ലോ, വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ ജോലി കിട്ടിയ വിശ്വപൗരനാവും. അങ്ങനെ ആവില്ലല്ലോ. ഗാന്ധിജി വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ആരാ? മഹാത്മാഗാന്ധി വിശ്വപൗരനാണ്. സ്വാമി വിവേകാനന്ദൻ വിശ്വം മുഴുവൻ ഇദ്ദേഹം ശമ്പളത്തിന് ജോലി ചെയ്തെന്ന് പറഞ്ഞിട്ട് പൗരനാവുന്നത് എങ്ങനെയാവുന്നു? വിശ്വപൗരനാവുന്നത് എന്നുള്ളത് അതാവാൻ പറ്റത്തില്ല. അത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഈ അവിടെയുള്ള വേൾഡ് ബാങ്കിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ADBയിൽ ജോലി ചെയ്യുന്നവരും ഏഷ്യൻ പൗരൻ. വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ സുധാകരൻ പറഞ്ഞിടത്താണ് ഞാൻ നിൽക്കുന്നത്. വിശ്വപൗരനൊന്നുമല്ല. വിശ്വപൗരൻ എന്ന് പറയുമ്പോൾ ഗുരുദേവൻ വിശ്വപൗരനാണ്. അത് പറഞ്ഞ് വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വത്തിന് വേണ്ടി വേറെ ഇത് ശമ്പളത്തിന് ജോലി ചെയ്ത ആളല്ലേ, ശമ്പളം കൊടുത്തില്ലായിരുന്നെങ്കിൽ വരുമായിരുന്നു. അതുകൊണ്ട് അത് വിശ്വപൗരൻ എന്ന് പറയുന്നതിന് അതൊക്കെ ചുമ്മാ തള്ളിമറിക്കുന്നവർ അല്ലെന്ന് കാര്യമില്ല. അപ്പോൾ ഇദ്ദേഹം വോട്ട് കിട്ടാൻ പിന്നെ PR വർക്ക് ഉണ്ടല്ലോ ഇതിനകത്ത്. അതിൻ്റെ ഒരു പ്രശ്നമുള്ളൊരു കാലമാണല്ലോ. എല്ലാം PR വർക്കിൻ്റെ ഭാഗമല്ല. അപ്പോൾ ശശി തരൂർ പൊളിറ്റീഷ്യൻ ആവേണ്ട സമയമായി, രാഷ്ട്രീയ നേതാവായിട്ടാണ് നിൽക്കേണ്ടത്. തെറ്റായ നയങ്ങളെ വിമർശിച്ച്
ജനങ്ങൾക്കും പാർട്ടിക്കും ജനങ്ങൾക്ക് തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും പാർട്ടിക്ക് മൈലേജ് പാർട്ടിയെ അധികാരത്തിൽ, കാരണം ജനാധിപത്യം കൂടെയാണല്ലോ, പാർലമെൻ്ററി ജനാധിപത്യമാണല്ലോ, അവിടെ ഫൈറ്റാണ്, അവിടെ ചെറിയ മൈന്യൂട്ട് വാർത്ത പോലും വോട്ടിലെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിയുമ്പോൾ 26 എന്ത് വരുന്നു, അവസാനം എന്ത് വരും, അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ എന്തായാലും കോൺഗ്രസിന് വലിയ പരുക്കേൽക്കും. പിന്നെ ഉറപ്പല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം കോൺഗ്രസിന്റെ ഒരു നേതാവിന് അടുത്ത് കയറി പ്രസംഗിക്കാവൂല. ഇദ്ദേഹം ഇത് രാവിലെ പറഞ്ഞു, ഉച്ചയ്ക്ക് ശശി തരൂർ ഇങ്ങനെ പറയുമ്പോൾ ഉച്ചയ്ക്ക് സതീശനോ അല്ലെങ്കിൽ പിന്നെ സുധാകരനോ രമേശ് ചെന്നിത്തലയ്ക്കോ മല്ലികാർ ഖാർഗെയ്ക്കോ മോഡിയെ പള്ളു പറയാൻ പറ്റൂ? മോഡിയെ തെറി പറയാൻ ഒക്കില്ല. തെറി പറയുമ്പോൾ നോക്കണേ നിന്റെ വലിയ നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ശശി തരൂർ വിശ്വപൗരൻ പറയുന്ന കേട്ടില്ലേന്ന് ചോദിക്കും. അതുകൊണ്ട് വിശ്വംഭരൻ്റെ കാര്യമൊന്നും ഒരു രസകരമായ കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം ഈ പണിക്ക് പോകരുത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, നിൽക്കുന്നിടത്ത് സീരിയസ് ആയിട്ട് നിൽക്കുക. അല്ല, അദ്ദേഹം മറ്റൊരു കാര്യം, അദ്ദേഹം ആ പാർട്ടിയിൽ മടുത്തു എന്ന് തോന്നുന്നല്ലോ. ഒരു പിന്നെ അത് ഒന്നുകിൽ മതിയാക്കുക, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഈ രാജ്യത്ത് സേവിക്കാൻ, ഇപ്പം രാജ്യസേവനമാണ് ലക്ഷ്യമെങ്കിൽ എന്തെല്ലാം കാര്യം ചെയ്യാം. ഇത് തന്നെ വേണമെന്നില്ലല്ലോ, വിശ്വപൗരനും കൂടെ ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം ആളുകളെയൊക്കെ കോൺടാക്ട് ചെയ്ത് വലിയ വലിയ സംവിധാനം ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നെയുള്ള കഴിവുണ്ട്, അതൊക്കെ ചെയ്യാം. അപ്പോൾ രാഷ്ട്രീയം സേവനത്തിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തെ മുഴുവൻ സേവിക്കുന്നതിലെല്ലാം പൊളിറ്റിക്സ് വഴി അല്ലല്ലോ സേവിക്കുന്നു. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് ലോകത്തെ മുഴുവൻ ഒരുപാട് രാഷ്ട്രീയമാണോ? ലയൺസ് ക്ലബ്ബ് രാഷ്ട്രീയക്കാരല്ലല്ലോ. WWF എന്ന് പറയുന്ന സംഘടന, റെഡ് ക്രോസ്, ഇവരും രാഷ്ട്രീയക്കാരല്ലല്ലോ. പക്ഷേ ലോകത്തെ എല്ലാ രാജ്യത്തെയും അവർ സഹായിക്കുന്നില്ല. അത്തരത്തിലുള്ള വലിയ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി അവിടെ നമുക്ക് വിശ്വ പൗരനായിട്ടൊക്കെ ഉയരാം. രാഷ്ട്രീയത്തിൽ അത് പറ്റത്തില്ല. രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അത് കഴിയുമ്പോഴും നടത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു വെടിനിർത്തൽ ഉണ്ടാകും. അദ്ദേഹം വെടിയുണ്ട വാച്ചുകൊണ്ടാണ് പോയത്. ഉണ്ട നിറച്ചു വെച്ചിരിക്കുകയാണ്. അത് ഉണ്ട തീർന്നെന്നുള്ളതാണ്. വീണ്ടും ഉണ്ട നിറച്ചു. വെടിയൊന്നും നിർത്തിയില്ല, ഉണ്ട തീർന്നു. കോൺഗ്രസ്സുകാർ കിട്ടുന്ന സാധാരണ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ട് വരും. ഇപ്പം ചാനൽ ചർച്ചയിൽ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരെന്തിരുന്ന് പറയും, എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? മോഡിയുടെ നയങ്ങളെ വിമർശിക്കാൻ ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ടി വിയിൽ എഴുതി കാണിക്കുന്നത് മോഡിയുടെ നയങ്ങൾ കൊള്ളാം, ശശി തരൂർ അടിച്ചു പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ നന്മ തിന്മ പറയുന്നൊരിടമല്ല അവിടെ. ഓരോ പാർട്ടിയുടെയും ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്ന പാർട്ടിക്ക് അധികാരത്തിൽ വരാനും അങ്ങനെ പോകുന്ന സ്ഥലമാണ് പാർട്ടി രാഷ്ട്രീയം. അല്ലാതെ മറ്റത് ഒരു അദ്ദേഹത്തെ എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലേ തുടർച്ചയായി ഇങ്ങനെ. അല്ല, എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം പുള്ളിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടിയിട്ടും അത് പുള്ളിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പുള്ളിക്ക് കേരള മുഖ്യമന്ത്രി ആവണമെന്നൊരു താല്പര്യം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മളെ സുകുമാരൻ നായരെ പോയി കണ്ടു പെരുന്നയിൽ, പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല. SNDP പോയി കണ്ടു, പലരെയും പോയി കണ്ടെങ്കിലും മുസ്ലിം ലീഗിനെ പോയി കണ്ടു, പാണക്കാട് പോയി കണ്ടു, കേരളം മുഴുക്ക യാത്ര നടത്തി, പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഡയലോഗായിട്ട് വന്നത്, ഞാൻ കേരളക്കാരെ എന്നെ ഉപയോഗിക്കുന്നില്ല, സ്വന്തമായിട്ട് പറയണം, എന്നെ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം കാണിച്ച് അവസാനം അത് വിവാദമായി. അവസാനം രാഹുൽ ഗാന്ധിയുടെ തീർപ്പായി. ഇദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ട തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അവസ്ഥയല്ലേ. അദ്ദേഹം വലിയ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തണ്ടേ? നല്ല വലിയ വികസന പ്രവർത്തനത്തിന് സാധ്യതയുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിന് നല്ല കമൻറ്റബിൾ ഇംഗ്ലീഷുണ്ട്, നല്ല കാര്യങ്ങൾ അറിയാം, പിന്നെ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. അത്രയും വലിയ കഴിവ് ആർക്ക് കിട്ടിയിട്ടില്ല, ഈ നാടിന് കിട്ടിയിട്ടില്ല. മന്ത്രിയാക്കിയില്ലെന്ന് പറയാനും പറ്റുമോ? നമുക്ക് കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റുമോ? കോൺഗ്രസിലേക്ക് വന്നു, മത്സരിപ്പിച്ചു, ജയിച്ചു, മന്ത്രിയാക്കി, പിന്നെ അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ആരുടെ ജോലിയാണ്? ശശി തരൂരിൻ്റെ ജോലിയല്ലേ? ആ സ്ഥാനം നിലനിർത്തി സഹമന്ത്രിയായിരുന്നു, അവിടെ നിന്ന് പ്രധാനമന്ത്രിയായിട്ട് പ്രധാന വകുപ്പിലേക്ക് മാറണം അല്ലേ? ഡയറക്റ്റ് മന്ത്രിയായിട്ടുള്ള സഹമന്ത്രി സ്ഥാനം മാറിയിട്ട് മന്ത്രിയായിട്ട് മാറണം. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആവണം. ഇങ്ങനെയൊക്കെ അല്ലെ രാഷ്ട്രപതി കാൻഡിഡേറ്റ് ആവണം, ഉപരാഷ്ട്രപതി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പൊസിഷൻസ് കിടക്കുന്ന സമയത്താണ് പുള്ളി അതെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പത്രത്തിൽ വന്ന് പറയും. ആ പറയുന്നതുകൊണ്ട് പുള്ളിക്കും ഗുണമില്ല, പൊളിറ്റിക്സിനും ഗുണമില്ല എന്ന് വിചാരിച്ച് മോഡി ചെയ്ത് നല്ല കാര്യങ്ങൾ തള്ളിപ്പറയണമെന്നോ അല്ലെങ്കിൽ പറയാതിരിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ടെന്നും താഴെയുള്ള പ്രവർത്തകർക്ക് പലതും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ടോപ്പ് നേതാക്കൾ മനസ്സിലാക്കാതെ, ഇപ്പോൾ പിണറായി വിജയൻ കൊള്ളാം എന്നും കൂടെ KPC പ്രസിഡന്റ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടുള്ള ആളൊക്കെ നിൽക്കാൻ പറ്റില്ല. എന്നാൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഗവൺമെൻറ് എന്നുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടല്ലോ, നല്ല പ്രോജക്റ്റുകൾ ഒരുപാട് വരുമല്ലോ. എന്ന് വിചാരിച്ച് പ്രതിപക്ഷം സഹകരണം എന്നൊക്കെ പറയുമ്പോഴും കുറ്റം കൂടെ പറയും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ രമേശ് ചെന്നിത്തല ഇന്നലെ ഈ പിന്നെ 24-ൻ്റെ എന്താണ് SKNോടൊപ്പം എന്ന് പറഞ്ഞ് മയക്കുമരുന്നിൻ്റെ പരിപാടിയുണ്ട്. അതിൽ രമേശ് ചെന്നിത്തല ഒരു കാര്യം പറയുന്നത്. രമേശ് ചെന്നിത്തല പറയുന്നു, സമ്പൂർണ്ണമായി ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു. തീർന്നു. ഉടനെ അടുത്ത സെൻറ്റൻസ് പറയുകയാണ്, എന്നാൽ 9 വർഷം ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു?
ആ ചോദ്യം കൂടെ ചോദിക്കുമ്പോഴാണ് എന്താവുന്നത്, രാഷ്ട്രീയം. രാഷ്ട്രീയക്കാരനാവുന്നത്. അപ്പം ചോദിക്കണം, വീണ്ടും ശ്രീകണ്ഠൻ നേരെ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കും. അപ്പം ചെയ്ത് കാണിക്കട്ടെ, 9 വർഷം എന്ത് ചെയ്ത് കാണിക്കട്ടെ എന്ന്. അതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് ആർക്കറിയില്ല? ശശി തരൂരിന് അറിയില്ല. അത് പഠിക്കണം, പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്സ് പഠിച്ച് തന്നെ പോകേണ്ടതുണ്ട്. രാഷ്ട്രീയം അങ്ങനെയാണ്, അതാണ് രാഷ്ട്രീയം. അവിടെ അതൊരു ഗെയിമാണ്, പൊളിറ്റിക്കൽ ഗെയിമാണ്. ആ ഗെയിമിൽ അത് ജയിക്കുന്നവർക്ക് കപ്പടിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.